ഹായ്, ഞാൻ ബൈജു ജീസസ് ഗോൾഡ് കമ്പില. അപ്പോൾ ഇന്ന് ഞാൻ വന്നതെന്ന് വെച്ചാലുണ്ടല്ല, വെഡ്ഡിങ് സെറ്റാണ് ഇത്. പക്ഷേ വെഡ്ഡിങ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. അതായത് നിങ്ങളെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു കല്യാണം കഴിയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ എന്താ വിചാരിച്ചിട്ടുണ്ടാവുക, വള കൊടുക്കണമെന്ന് വിചാരിക്കും ചില ആൾ, അല്ലെങ്കിൽ ചെയിൻ കൊടുക്കണം, മോതിരം കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. ചിലപ്പോൾ നമ്മളെ കുടുംബത്തിൽ തന്നെയാണ് കല്യാണമെങ്കിൽ നമുക്ക് ഒരു പവൻ്റെ ഒന്നും പോരാ, ഒരു 1.5 പവനോ 2 പവനോ കൊടുക്കേണ്ടി വരുമല്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതുപോലത്തെ നെക്ലേസ് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മളെ ലൈറ്റ് വെയിറ്റ്, അതായത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നല്ല കാഴ്ച കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് നെക്ലേസുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോറി, നെക്ലേസ് മാത്രമല്ല, നല്ല വളയും ഉണ്ട്. എല്ലാം കൂടി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഈ സാധനം നോക്കിയാട്ടെ, എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് 2 പവനാണ് ഇതിൻ്റെ അകത്തുള്ള മാക്സിമം വെയിറ്റ്, 1 പവനാണ് ഏറ്റവും കുറഞ്ഞ വെയിറ്റ്. ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് സാധനങ്ങളാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴേ 1 2 3 4 5 6 നെക്ലേസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്നതുണ്ടല്ലോ, മുകളിലത്തത് ആകെ വരുന്ന തൂക്കം 1 പവനേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഇത് 1.5 പവൻ്റെ കാഴ്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സാധനം വെച്ചാൽ ലൈറ്റ് വെയിറ്റിൽ സ്പെഷ്യലാണ് നമ്മളെ സാധനം. എല്ലാം അത്രയും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ 1 പവൻ്റെ സാധനമാണ് ഈ മുകളിലത്തത്, അത്രയും കാഴ്ചയുണ്ട്. പിന്നെ ഇതിന് നേരെ താഴെയുള്ളതും 1 പവനാണ്. 2 മോഡലാണ്. ഇതുപോലത്തെ കുറേ മോഡലുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് കുറച്ച് മോഡൽ നിങ്ങളെ കാണിച്ചു തരുമെന്ന്. പിന്നെ ഇതിൻ്റെ വില ഞാനിപ്പം പറയുന്നില്ല, വേറൊന്നും കൊണ്ടല്ല. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ 1 മാസം 2 മാസം കഴിഞ്ഞായിരിക്കും ഇത് കാണുന്നുണ്ടെങ്കിൽ അന്ന് വില ചിലപ്പോൾ അങ്ങ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില കൂടിയ പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത്. നിങ്ങൾക്ക് റേറ്റ് അറിയണ്ടെങ്കിൽ ഒന്നുമില്ല, ഇതിൽ ഏതാണ് വേണ്ടത് വെച്ചാൽ അറിയേണ്ട വെച്ചാൽ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് വാട്സാപ്പ് ചെയ്തിട്ട് മുകളിൽ നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കായിട്ടുള്ള റേറ്റ് കാര്യം ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ താഴെയുള്ളതാണ് നല്ല കുറച്ചുകൂടി കാഴ്ച കൂടി. ഇതാകുമ്പോൾ 1.25 പവനാണ് തൂക്കം, അതായത് 10 ഗ്രാമേ ആവുന്നുള്ളൂ. ശരിക്ക് സാധാ ലെവൽ 2 പവൻ്റെ കാഴ്ച എന്നെല്ലാം പറയും പോലെയാണ് ഇതുള്ള. പിന്നെ ഇതിൻ്റെ താഴെ കുറച്ചുകൂടി നല്ല വീതിക്കുള്ളതാവുള്ള 1 2 3 4ാമത്തെ ആളാണ്. അപ്പോൾ നമ്മൾ 4ാം നമ്പറുകാരൻ്റെ തൂക്കം ഉണ്ടല്ലോ, അതായത് ഇത് 1.5 പവനാവുള്ള 12 ഗ്രാം കറക്റ്റായിട്ടുള്ള സാധനമാണ്. കാണുന്നുണ്ടല്ലോ, നല്ല കാഴ്ച. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുത്താൽ എന്തായാലും കൊടുത്തതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ആ ലെവലിലുള്ള നല്ല കാഴ്ചയുള്ള ഒരു നെക്ലേസാണിത്. പിന്നെയുള്ളത് 5ാമത്തെയാണ്. ഇതും തൂക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 പവൻ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു 1.5 പവൻ ഇതൊന്നുമല്ല. ഇതെനക്കൊന്ന് പിന്നെയും കാഴ്ച കുറച്ച് കുറവാണ്. ഇതിലും കൂടുതൽ കാഴ്ചയുള്ള ഐറ്റംസുകൾ ഉണ്ട്. അത് ഞാൻ പിന്നീടുള്ള വീഡിയോയിൽ കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. 1.5 പവൻ്റെ നല്ല കാഴ്ചകൾ പറഞ്ഞാൽ ആ മോഡൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ അതിൽ നിന്ന് ഏറ്റവും കാഴ്ച കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, അല്ല വാട്സപ്പ് ചെയ്താൽ മതി. സാധനം നിങ്ങളെ വീട്ടിലെത്തുന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റും പറഞ്ഞേ. ഇനി ഏറ്റവും താഴെയുള്ള ഈ ചങ്ങായിയാണ്. ഇത് ഏതാണ്ട് കാണുമ്പോൾ നമുക്കൊരു 3 പവൻ്റെ ഫീലിംഗ് ഉണ്ട്. പക്ഷേങ്കിൽ ഇതാകെ 2 പവനേ ഉള്ളൂ എന്നുള്ളതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളെ കുടുംബത്തിൽ അടുത്ത ഒരു ബന്ധത്തിൽ കല്യാണത്തിൽ എന്തായാലും 1 പവൻ കൊടുത്താൽ പോരാ, ചിലപ്പോൾ 2 പവനോ 3 പവനോ കൊടുക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങളിതാ ഈ വീഡിയോ ഒന്ന് ഓർമ്മിക്കുക. എന്നിട്ട് ഇതുപോലുള്ള ഞാൻ പറഞ്ഞ നല്ല കാഴ്ചയുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് നെക്ലേസിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വളയാണ്. വള നിങ്ങൾ നോക്കിയിട്ട് ഒരുപാട് വളയുണ്ട്. വള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വളയുണ്ട്. ആദ്യം നമ്മൾ 3 ഗ്രാമിൻ്റെ വളയാണ് നിങ്ങളെ കാണിക്കുന്നത്. 3 ഗ്രാമിൻ്റെ വള വെച്ചാൽ ശരിക്ക് 1/2 പവൻ്റെ അതേ കാഴ്ചയിൽ വരുന്ന സാധനമാണ് 3 ഗ്രാമിൻ്റെ വള. അത്രയും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പക്ഷേ ലൈറ്റ് വെയിറ്റ് വിഷയമല്ല, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫൈബർ ഇട്ട് ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഗ്രാമിൻ്റെ സാധനം 8 ഗ്രാമിൻ്റെ സാധനത്തിനേക്കാൾ സ്ട്രോങ് വരുന്നുള്ളതാണ് പറയാനുള്ള. സ്ഥിരം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 3 ഗ്രാമിൻ്റെ വെച്ചാൽ തീരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് സ്ഥിരം യൂസ് ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ ചെറിയ ചുളിവുകൾ ചെറിയ തട്ടലും മുട്ടലും വരുമ്പോൾ കല വരും. കാരണം അത്രയും നൈസായതുകൊണ്ടാണ്. പക്ഷേ 3 ഗ്രാമിൻ്റെ സാധനം പൊട്ടൂല എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തത് 4 ഗ്രാമിൻ്റെ സാധനം നിങ്ങളൊന്ന് കണ്ടേ. 4 ഗ്രാമിൻ്റെ സാധനത്തിൽ കാണുന്നില്ല, ഇതിൽ സ്ക്വയർ ആയിട്ടുള്ളതുകൊണ്ട് ഹാഫ് റൗണ്ട് ആയിട്ടുള്ളതുകൊണ്ട്. പണ്ടേ വള എന്ന് വെച്ചാൽ ഹാഫ് റൗണ്ട് വളയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത്. ഇപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള വള നമുക്ക് വരുന്നുണ്ട്. സ്ക്വയറിൻ്റെ ഗുണം എന്ന് വെച്ചാലുണ്ടല്ല,
നമ്മൾ ഈ പറയുന്ന ലൈറ്റ് വെയിറ്റ് വളേൻ്റെ ഉള്ളിലെല്ലാം സ്ക്വയറിലുള്ള ഫൈബറാണ് ഇടുക. അപ്പോൾ ഈ സ്ക്വയർ വളേൻ്റെ ഉള്ളിൽ ഈ സ്ക്വയറിലുള്ള ഫൈബർ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിരിക്കും. നല്ല ടൈറ്റ് വെച്ചാൽ നല്ല ഉറപ്പിൽ അവിടെ ഫിറ്റായിട്ട് നിൽക്കും. നമ്മൾ ഇതിനുള്ള ഫൈബർ വെച്ച് ആ ഒരു ഷേപ്പിലാണ് വരിക, ഒരു സ്ക്വയർ ഷേപ്പിലാണ് വരിക. പക്ഷേ ആ ഫൈബറിൻ്റെ മുകളിൽ ചെറിയൊരു ഹാഫ് റൗണ്ട് പോലെ ആണെങ്കിലും നമുക്ക് ഈ സ്ക്വയറിലിടുമ്പോൾ വേറെ തന്നെ ഒരു ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടലുണ്ട്. പിന്നെ 4 ഗ്രാമിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ 6 ഗ്രാമിലേക്കാണ് പോകുന്നത്. 6 ഗ്രാമിൻ്റെ നിങ്ങൾ നോക്കിയാട്ടെ കേട്ടാ. 6 ഗ്രാമിലേക്കാകുമ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഡിസൈൻസ് കാര്യങ്ങൾ വരാൻ തുടങ്ങി. വീതി കുറച്ചുകൂടി കൂടി. പിന്നെ 6 ഗ്രാമിൽ വീതി കുറഞ്ഞതുകൊണ്ട് വീതി ഒരുപാട് കൂടിയതുണ്ട്. ഒരുപാട് കൂടിയെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ഗ്രാം പോലെ വെറും പൊള്ളയായിരിക്കും. നേരെ കുറച്ചോ കുറച്ച് വീതി കുറഞ്ഞതെന്ന് പറയുമ്പോൾ നല്ല ഒതുക്കത്തിൽ കടുപ്പത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 6 ഗ്രാമിൻ്റെ വിശേഷം ഇതൊക്കെയാണ്. ഇതിലും സ്ക്വയർ ആയിട്ടും ഉണ്ട്. സ്ക്വയർ ആണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ 6 ഗ്രാമിൻ്റെ ഏതായാലും കണ്ടല്ല. ഇനി നിങ്ങൾ കാണേണ്ടത് നേരെ 8 ഗ്രാമിലേക്കാണ്. 8 ഗ്രാമിലേക്കാകുമ്പോൾ നോക്കിയട്ടെ, സാധാരണത്തിന് സ്റ്റൈല് മാറി, ഡിസൈൻസ് കൂടി, അതിൻ്റെ മുകളിലുള്ള വർക്ക് കൂടി. അങ്ങനെ 8 ഗ്രാമിലേക്കാകുമ്പോൾ സാധനം ഫുൾ സ്റ്റാൻഡേർഡായി, നല്ല ഉറപ്പായി, നല്ല സെറ്റപ്പായി എന്നാണ് പറയാനുള്ള. നമ്മൾ 8 ഗ്രാമിൻ്റെ വള ഞാൻ പറഞ്ഞില്ല, 8 ഗ്രാമിൻ്റെ വള കൊടുക്കാം. എങ്ങനെ നമ്മൾ നല്ല തൂക്കെല്ലാം കൊടുക്കാം, നല്ല കപ്പാസിറ്റി ഉള്ള രീതിയിൽ ഉള്ള ആളാണ് നമ്മളെങ്കിൽ നമ്മൾ 8 ഗ്രാമിൻ്റെ ഒരു 4 വള കൊടുക്കാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് അത്ര അധികം കൊടുക്കണമെന്നില്ല എന്നാകുമ്പോൾ അരപ്പവൻ്റെ 2 വള വാങ്ങിക്കുന്നത് 2 കൈക്കും ആയി എന്നുള്ളതാണ്. കാരണം 8 ഗ്രാമിൻ്റെ അരപ്പവൻ്റെ നമ്മൾ കാഴ്ചയിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കാരണം വള നമുക്ക് എണ്ണം കൂട്ടണമെന്നെങ്കിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് 3 ഗ്രാമിൻ്റെ ഒരു 10 വളയിട്ടാൽ തൂക്കത്രേ വരുന്നുള്ളൂ, 30 ഗ്രാമേ വരുന്നുള്ളൂ. നേരെ 1 പവൻ്റെ ആകുമ്പോൾ കൈ നിറയെ കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കല്യാണത്തിന് നമുക്ക് ആ സമയത്ത് മാത്രം യൂസ് ചെയ്യാനാണ് ശരി. കാരണം ഇതുപോലത്തെ ആഭരണങ്ങൾ, അതുപോലെ കുറേ വളകൾ പിന്നെ നമ്മൾ മാറ്റുമ്പോൾ നല്ല കട്ടിയുള്ളതാക്കി മാറ്റുക ചെയ്യുക. അപ്പോൾ നമ്മുടെ വള, നെക്ലേസ് കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. സാധാ വെഡ്ഡിങ് സെറ്റ് പോലെയല്ല നമ്മളിത് കാണിച്ചു തന്നെ. ഓരോന്നിൻ്റെ വെയിറ്റ് ആയിട്ടേ കാണിച്ചു തന്നെ. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഈ കാണുന്ന മോഡലൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിനേക്കാൾ കാഴ്ചയുള്ള മോഡൽ വേറെയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ നിങ്ങൾക്ക് സാധനം 2-3 ദിവസം കൊണ്ട് എത്തിച്ചേരുന്നതാണ്. പിന്നെ നമ്മളെ ഈ വീഡിയോ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ല, വേറൊന്നുമല്ല. നിങ്ങളുടെ കുടുംബത്തിലോ ചങ്ങായിമാർക്കോ ആർക്കെങ്കിലും ഇതുപോലെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർ കൂടി ഈ വീഡിയോ കണ്ടോട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മളെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും അതുകൂടി ചെയ്യുക. വേറൊന്നുമല്ല, ഇതുപോലെ ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി ഒരുപാട് ചെയ്യും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറക്കാണ്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എന്നാൽ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ, ബൈ.